കണ്ണുള്ള ഹോട്ടലിൽ ചായപ്പൊടി കൊടുക്കേണ്ടിട്ട് വീട്ടിൽ നിന്നാണ് അപ്പോൾ വഴിയിൽ നിന്ന് ചെക്കെ സ്കൂളിൽ കൊണ്ട് കൈകാര്യം നമ്മൾ പണ്ട് പോയതാണെന്നുണ്ട്. ഇവിടെ ഒരു 3 കിലോൻ്റെ ഓർഡറാണ്, അത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത്ര നല്ല തിരക്കിലാണ്. ഇനി വന്നിട്ട് ഇവിടെ നമ്മളെ ചായയാണ് കയറാൻ പോകുന്നത് കേട്ടോ. ഐശ്വര്യമായിട്ട് മേടിച്ചു. അത് 30 പാക്കറ്റ് ഉണ്ടാവും, 100 ഗ്രാമിൻ്റെ അത് 3 കിലോ. നേരെ ഇവർ അടുക്കളയിൽ കയറി. കാരണം അടുക്കളേൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയേണ്ടിട്ട് കയറിയതാണ്. ഇവിടുത്തെ സ്കൂൾ കുട്ടികളൊക്കെ തിരക്കുണ്ടാകുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. അതിനെ അവർ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരിക്കുമല്ലേ. രാവിലെ ഇപ്പോൾ 6 മണിക്ക് തുറങ്ങും പോലും ഫുഡ്, ഇഡ്ഡലി, എന്താ പറയുക, വെള്ളയപ്പം, പൊറോട്ട, പൂരി എല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പം പൊറോട്ടയും പൂരിയും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്താ പറയുക, നല്ല കച്ചവടം നടക്കുന്ന ഒരു ഹോട്ടലാണ്. ആ ചോറ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 11:45 അപ്പോൾ അത് സാറല്ല, നിങ്ങൾ തിരക്കല്ല, അത് കുഴപ്പമില്ല. നോക്ക് നല്ല തിരക്കിലാണ് ഉള്ളത്. അടുക്കളയിലും കൂടുതൽ ആൾക്കാർ അടുക്കളയിലുണ്ട്. കാരണം അത്രക്കാർ ഐറ്റംസ് ഉണ്ടല്ലോ. എല്ലാം 11:45 നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്താ പറയുക, പിന്നെ ഞാൻ നിങ്ങൾ കിച്ചൺ കാണിച്ചു തരാം. നല്ല വൃത്തിയുള്ള കിച്ചണും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അവിടുന്ന് ആയിക്കൊണ്ടിരിക്കുന്നത്. ആക്കുന്ന ആൾക്കാർ നല്ല കുളിച്ച് ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്കിവിടെ കണ്ടത്. ഞാൻ വെറുതെ പറഞ്ഞില്ല, ഞാൻ നിങ്ങൾ കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് സ്ത്രീകൾ ഉണ്ടാക്കുന്നത്. ചായ വേണ്ട, ചായ വേണ്ട. സാധനം കുറച്ച് ചെയ്യില്ലേ? ഇന്നൊരു സ്റ്റാർട്ട് ചെയ്യില്ലേ? ഓക്കെ, നിങ്ങളെ ആൾക്കാർ പറയുന്ന അഭിപ്രായം എന്താന്ന് നോക്ക്. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഓർഡറാ. അപ്പൊ ഇനി എന്തായാലും നിങ്ങൾ സാധനം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഇത് പുതിയൊരു തുറക്കാവട്ടെ സാധനം. ഓക്കെ, അപ്പോ എന്താ പറയാ, ഒരു ഇതിൽ ചായ വേണ്ട, ചായ വേണ്ട. ചായ നിങ്ങളാക്കിയിട്ട് കുടിക്കും, ഞാൻ കുടിച്ചു. നിങ്ങൾ വിളിച്ചാൽ മതി, സാധനം എത്തിച്ചോളൂ. ആ